ഇന്നെന്താ പരിപാടി? ഇന്ന് ഇന്ന് ആദ്യം തന്നെ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഇന്ന് ചിങ്ങം 1 പിന്നെ നമ്മളെ മലയാള മാസം ഒരു നൂറ്റാണ്ട് കഴിയാണ് അത്രേ. അപ്പൊ പുതിയ നൂറ്റാണ്ട് തുടങ്ങുകയാണ്. അപ്പോ അതുമുണ്ട് ഇക്കൊല്ലത്തെ ചിങ്ങം 1 തീയതിക്കുള്ള പ്രത്യേകത. അപ്പൊ 1200 അതെ. അപ്പൊ ഇന്ന് ഞാൻ രാവിലെ ഉണ്ടാക്കാൻ പോണത് ഇത് അരിച്ചോളം എന്നും പറയും. ഇത് ഇന്ത്യയിലെ നെല്ല് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്ന സാധനം എന്നാണ് ഇപ്പൊ നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ മനസ്സിലായത്. പിന്നെ ഇത് എന്താ വെച്ചാല് ഹൈ ഫൈബർ അടങ്ങിയതാണ് ഇത്. പിന്നെ നമ്മൾക്ക് എന്താ പറയാ ശോധനയ്ക്കൊക്കെ നല്ലതാ അല്ലേ, ഡൈജഷന് നല്ലതാണ്. അപ്പൊ ഇത് ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിട്ടോ. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. അപ്പൊ ഇത് ആദ്യം നമുക്കിത് ഒന്ന് പുതിർത്തണം. അപ്പൊ ഇതൊന്ന് ശരിക്കും നമ്മൾ അവിലുമായി തന്നെയാണ് കേട്ടോ. അത് അവിലുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കില്ലേ, അതേമായി തന്നെയാണ്. അതെ അതന്നെ പോഹ എന്ന് പറയുന്ന അവിലാണല്ലോ. അപ്പൊ ഇതാണ് കേട്ടോ അതിന്റെ ശരിക്കും അവില് മാതിരിയാണിത്. ഇതിപ്പോ ഒരു ഗ്ലാസ് ഉണ്ട്, അതൊന്ന് പുതിർത്തണം കുറച്ച് വെള്ളത്തിൽ. കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്, ഈ ഉപ്പും കുറച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഉപ്പ് ഇതിലേക്ക് ഒന്ന് തിരുമ്പി യോജിപ്പിക്കുക. എന്നിട്ട് ഇതൊന്ന് വെള്ളം തളിച്ചിട്ട് ഒന്ന് കുതിർത്തി വെക്കണം. ജോവറിന്റെ എന്താണ് ഇത് ഗോതമ്പ് പൊടി മാതിരി പൊടി കൊണ്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കും. ഭയങ്കര ഹെവി കേട്ടോ അത് ഞാൻ സ്വപ്നയുടെ അവിടെ പോയപ്പോ കണ്ടു. നമുക്കത് അധികം ഒന്നും കഴിക്കാൻ പറ്റില്ല. വളരെ 1-2 ഒക്കെ കഴിക്കുമ്പോഴേക്കും വയറ് നിറയും. അത്ര ഹെവി സാധനമാണത്. അപ്പൊ ഇതൊന്ന് ഇവിടെ ഇരിക്കട്ടെ, കുതിർത്തി വെച്ചു കേട്ടോ. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മറ്റതൊക്കെ റെഡി ആക്കുമ്പോഴേക്കും ഇത് നന്നായി പുതിരും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഉരുളൻകിഴങ്ങ്, ഒരു സവാള, 2 പച്ചമുളക്, പിന്നെ വേണ്ടത് നമ്മുടെ കടലയാണ്, നിലക്കടല. ഇതൊന്ന് വറുത്തിടണം. എന്താ വെച്ചാൽ എല്ലാം റിച്ച് നല്ല ഹെവി സാധനങ്ങളാ, പ്രോട്ടീൻ എല്ലാം അടങ്ങിയതാണ് ഈ ഒരു ഉപ്പുമാവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്ന് വറക്കണം ആദ്യം. അതിന്റെ മുന്നേ ഞാൻ ഈ ഉരുളൻകിഴങ്ങ് ഒന്ന് നേരെയാക്കട്ടെ കേട്ടോ. ഉരുളൻകിഴങ്ങ് ഒന്ന് നമുക്ക് നന്നായി വറക്കണം. അപ്പൊ ചെറുതാക്കിയിട്ട് നുറുക്കിയാൽ മതി. ചിങ്ങം 1 തീയതി തന്നെ മഴയാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെയൊക്കെ പറയും ചിങ്ങാറും ചീറ്റലും. 6 ദിവസം അത്ര ചിങ്ങമാസത്തിൽ ഇങ്ങനെ മഴ ഇങ്ങനെ ചെറുതായിട്ടുണ്ടാവുക. നമുക്ക് പണ്ടുള്ളവര് പറയുന്ന കേട്ടൊരു ഇതാണ് കേട്ടോ. അതേമാതിരി തന്നെ ഇപ്രാവശ്യം ശരിക്കും 1 തീയതി തന്നെ മഴ പെയ്തു. ഇനിയിപ്പോ ഓണത്തിന് മഴ ഉണ്ടാവില്ല. എന്താ വെച്ചാൽ ഓണം അവസാനായില്ലേ. അപ്പൊ മഴ കുറവാന്ന് വിചാരിക്കുന്നു. പറയാൻ പറ്റില്ല. അതെ, ഡിപ്രഷൻ പണ്ട് അതൊക്കെ തന്നെയാവും. അറിയില്ലല്ലോ നമുക്ക്. അതെ. ഇനി ഈ ഉള്ളിയും ചെറുതായിട്ട് അരിയണേ. ഇപ്പൊ ഇതെല്ലാം റെഡി ആയിട്ടോ. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ആദ്യം കടല വറുത്തെടുക്കാം. ഇല്ലെങ്കിൽ എന്താ പറയുക, അത് കടല വറക്കണം. വറക്കാതെ പച്ച ഇടാൻ പറ്റില്ല. അപ്പൊ ഒന്ന് വറുത്തെടുക്കട്ടെ. പിടി കടലയായിട്ട് ഇടുന്നുള്ളൂ. നമുക്ക് എത്ര ഉണ്ടാക്കണ വെച്ചാൽ അതിനനുസരിച്ച്. ഞാൻ ഇപ്പൊ ഒരു കപ്പ് എടുത്തിട്ടുള്ളൂ, ഒരു ഗ്ലാസ് എടുത്തിട്ടുള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള കടല ഞാൻ ഇതിൽ ഇടുന്നുള്ളൂ കേട്ടോ. കടല നന്നായി വറുത്തിട്ട് പൊട്ടാൻ തുടങ്ങി. ഇനി ഇത് ഈ ഒരു പാത്രത്തിലേക്ക് ആക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ഉരുളൻകിഴങ്ങ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഉരുളൻകിഴങ്ങ് ഒന്ന് വറുത്തു. ഇനി അത് ഇതിലേക്ക് മാറ്റട്ടെ കേട്ടോ. ഈ എണ്ണയിലേക്ക് ഞാൻ കടുക്, കുറച്ച് ഉഴുന്നും പരിപ്പ്, ഉഴുന്ന് ഇതൊക്കെ നന്നായി പൊട്ടി. ഇനി ഇതിലേക്ക് ഞാൻ ഉള്ളിയും പച്ചമുളകും 2 കരിവേപ്പിന്റെ ഇലയും കൂടി ഇടുന്നുണ്ട്. ഇതില് ഈ ഉള്ളിയിലും വേണ്ട ഉപ്പ്. ബാക്കി നമ്മള് അതിലിട്ടിട്ടുണ്ടല്ലോ മില്ലറ്റില്,
അധികം മുരിയണ്ട കേട്ടോ ഉള്ളി, ഒന്ന് വാടിയാൽ മതി. ഉള്ളി ഒന്ന് നന്നായി മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഈ ഉരുളൻകിഴങ്ങ് ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റട്ടെ കേട്ടോ. ഇത് ശരിക്കും നമുക്കൊരു കോൺഫ്ലെക്സിന്റെ മാതിരി ഉണ്ട് അല്ലേ? കോൺഫ്ലെക്സ് മാതിരി ഇട്ടും കഴിക്കാം. ക്രിസ്പി. അതെ. ഇത് നമുക്കിതിൽ മഞ്ഞൾ വേണമെങ്കിൽ മഞ്ഞൾ ഇടാം, പിന്നെ നാരങ്ങ നീര് ഒഴിക്കാം, പിന്നെ എന്താ പറയാ മല്ലിച്ചപ്പ് ഇടാം. അങ്ങനെ പല വിധത്തിലും ഉണ്ടാക്കാം കേട്ടോ. ഞാനിത് എന്റെ നാടൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കണം. അതുകൊണ്ട് ഞാൻ മഞ്ഞപ്പൊടിയും അങ്ങനത്തെ ഒന്നും ഇടുന്നില്ല. ഞാൻ നാളികേരാണ് അവസാനം ഇടാൻ പോണത്. അപ്പൊ ഇതൊന്ന് നന്നായി വഴണ്ടു. ഇനി ഇതിലേക്ക് ഞാൻ കടല ഇടുന്നുണ്ട്. ഇതൊക്കെ നന്നായി ഒന്ന് വഴണ്ടു കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഇത് കുതിർത്തി വെച്ച മില്ലറ്റ് ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ആയിട്ടോ. ഇനി അവസാനം ഞാൻ ഇടുന്നത് നാളികേരാണ്. അപ്പൊ നാളികേരം കൂടി ഇട്ടിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റ് കേട്ടോ. അതെ, നല്ല സ്വാദുണ്ട്. ഇതിപ്പോ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ടിഫിനായിട്ട് കൊടുത്തേക്കാം. എന്താ വെച്ചാൽ തീരെ വിശക്കില്ല അത് കഴിച്ചു കഴിഞ്ഞാല്. അല്ലെങ്കിൽ രാവിലെ ഒരു വെറൈറ്റി ആയിട്ട് കൊടുക്കാം. അപ്പൊ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ മറ്റേ കുട്ടികളൊന്നും കഴിക്കില്ല, രാവിലെ ഒന്നും കഴിക്കാതെ പോവുക. അപ്പൊ ഇത് കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഒരു മണി വരെ കുട്ടികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പൊ എന്താ വെച്ചാൽ സ്കൂളിൽ ശ്രദ്ധിക്കാൻ പറ്റും. നമ്മളൊക്കെ പോകുമ്പോ എന്താ വെച്ചാൽ ഒന്നും കഴിക്കില്ല, 10 മണി കഴിയുമ്പോഴേക്കും വിശപ്പ് തുടങ്ങി, പിന്നെ ഉറക്കം വരും. അതെ, അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടയ്ക്ക് മാറി, എന്നും കൊടുക്കുമ്പോ കഴിക്കില്ല, പക്ഷെ ഇടയ്ക്കൊന്ന് മാറി കൊടുത്താൽ നല്ല സ്കൂളിലേക്ക് കൊടുത്തേക്കാനും പറ്റും ടിഫിനായിട്ട്. അപ്പൊ ഇത് റെഡി ആയിട്ടോ. ഇനി ഇത് ഓഫ് ചെയ്യട്ടെ. ഇനി ഇതിലേക്ക് തന്നെ ഞാൻ ഇതാക്കണം കേട്ടോ. എന്താ വെച്ചാ പാത്രം കുറെ മോറുണ്ടല്ലോ. ചൂടോടെ കഴിക്കണം. മഴ തന്നെ തോന്നുന്നുണ്ടല്ലോ. ഇന്ന് മഴ തന്നെയാണ്. ചെറുതായിട്ട് ഇങ്ങനെ എങ്ങനുണ്ട്? ഓ സൂപ്പർ. ഒരു ഹെവി ഫുഡ് കേട്ടോ. എന്താ വെച്ചാ പൊട്ടറ്റോ, കടല, പിന്നെ ഇത് റിച്ച് ഫൈബർ അല്ലേ, പെട്ടെന്ന് വയറ് നിറയും, അധികമൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് തടി കുറയ്ക്കണം എന്നുള്ളവര്, പിന്നെ ഷുഗർ പേഷ്യൻസിന് ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിപ്പോ ഒരു ഓട്സ് കഴിക്കണ മാതിരിയുണ്ട്, ദഹനം പെട്ടെന്ന് ഉണ്ടാവും. അതെ. എനിക്ക് പഴമൊന്നും ആവശ്യമില്ല. വേണമെങ്കിൽ പഴം കഴിക്കാം, കഴിക്കാം. അതെ, ഒന്നും ആവശ്യമില്ല. അതെ, ഇത് റോബസ്റ്റയാണ്. അപ്പൊ വേണമെങ്കിൽ ഒരു പപ്പടം. പപ്പടം ഒന്നും പറ്റില്ല. ഇതെല്ലാം അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് ശരിക്കും നമുക്ക് ഒരു 5-8 സ്പൂണ് കഴിക്കുമ്പോഴേക്കും തന്നെ വയറ് നിറയും. ഇത്രയൊന്നും കഴിക്കാൻ പറ്റില്ല നമുക്ക്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായം പറയാ, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ. ഒരു മലയാള പുതുവത്സര ആശംസകൾ. അതെ, 1200 കുറെ പേർക്ക് അറിയണ്ടാവില്ല. ഞാൻ ഇപ്പൊ ഇന്നലെ അറിഞ്ഞത്. 1200 മലയാളം കൊല്ലങ്ങൾ നമ്മൾ അങ്ങനെ നോക്കാറില്ല. അപ്പൊ ഇത് ഇന്നത്തെ പേപ്പറിലെ വലിയ അക്ഷരത്തിൽ എഴുതിണ്ട് കേട്ടോ. മനോരമയിലൊക്കെ ഉണ്ട് ഹെഡിങ് തന്നെ. എല്ലാവരും പുതുവത്സരം നന്നാവട്ടെ. നമുക്ക് ഇനിയും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കാൻ പറ്റട്ടെ എല്ലാവർക്കും, അതിജീവിക്കാൻ കഴിയും. അതെ. അപ്പൊ എല്ലാവർക്കും ബൈ. ഓക്കെ, ബൈ.